ഈ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ WWE NXT ചാമ്പ്യനും ഒക്കെ ആയിരുന്ന നിലവിൽ AEWയിൽ ഹൗസ് ഓഫ് ബ്ലാക്ക് എന്ന ഫാക്ഷൻ്റെ ലീഡറായ മലക്കായ് ബ്ലാക്ക് അഥവാ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ AEW കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വർഷത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ ആദ്യ ക്വാർട്ടറിലോ മിക്കവാറും മലക്കായ് ബ്ലാക്കും AEW തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുമെന്നും മലക്കായ് അലിസ്റ്റർ ബ്ലാക്ക് AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കാൻ സാധ്യത വളരെ കുറവാണെന്നുമുള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. കൂടാതെ AEWന് പുറത്തുള്ള കമ്പനികളിൽ നിന്ന് മലക്കായ് ബ്ലാക്കിന് നല്ല ഓഫേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ WWE നല്ലൊരു ഓഫർ മുന്നോട്ടേക്ക് വെക്കാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. NXTയുടെ ഗോൾഡൻ ബ്ലാക്ക് എറ കാലഘട്ടത്തിൽ ട്രിപ്പിൾ എച്ചിന് ഏറ്റവും പുഷ് ചെയ്യാൻ താല്പര്യമുള്ളതും എന്നാൽ നല്ല രീതിയിൽ അദ്ദേഹത്തെ ഒരു മെയിൻ റോസ്റ്റർ താരമാക്കി മാറ്റാൻ താല്പര്യമുള്ളതും ആയിരുന്ന റെസ്ലറായിരുന്നു അലിസ്റ്റർ ബ്ലാക്ക്. പിന്നീട് ട്രിപ്പിൾ എച്ചിൻ്റെ കയ്യിൽ നിന്ന് NXT പോയപ്പോൾ മെയിൻ റോസ്റ്ററിലേക്ക് എത്തിയതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു പുഷ് കിട്ടാതെയൊക്കെ വന്നപ്പോഴാണ് AEW എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലേക്ക് കൂടുമാറിയത്. ഇപ്പോൾ ട്രിപ്പിൾ എച്ചാണ് മെയിൻ റോസ്റ്ററൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ ഏറ്റവും ഇഷ്ട താരങ്ങളിൽ ഒരാളായ അലിസ്റ്റർ ബ്ലാക്ക് മെയിൻ റോസ്റ്ററിലേക്ക് വരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം മിക്കവാറും AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കാത്തത്. രണ്ടാമത്തെ അപ്ഡേറ്റ് 2025 നടക്കാൻ പോകുന്ന സൂപ്പർ താരമായ ജോൺ സിനയുടെ റിട്ടയർമെന്റ് ടൂറിൽ ജോൺ സിന കളിക്കാൻ സാധ്യതയുള്ള അദ്ദേഹത്തിന്റെ അവസാന എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് CM പങ്ക് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. CM പങ്ക് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേയധികം അഭിപ്രായങ്ങൾ ജോൺ സിനയുടെ റിട്ടയർമെന്റ് ടൂറിന്റെ എതിരാളികളെ സംബന്ധിച്ച് കേൾക്കുന്നുണ്ട്. അതിൽ തൻ്റെ പേരും താൻ കേൾക്കുന്നുണ്ട്. തനിക്ക് താല്പര്യമുണ്ട് ജോൺസിനെതിരെ ആ റിട്ടയർമെന്റ് ടൂറിന്റെ ഭാഗമായി മത്സരിക്കാനും ഒരു സ്റ്റോറി ചെയ്യാനും. അത് ഇൻഡിവിജ്വൽ അതായത് സിംഗിൾസ് മത്സരമായാലോ ഒരു ടാഗ് ടീം മത്സരം അതായത് ജോൺസിനെയും CM പങ്കും ടീമായിക്കൊണ്ട് മറ്റൊരു ടാഗ് ടീമിനെതിരെ കളിക്കുന്ന സ്റ്റോറി ആയാലോ തനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളത് CM പങ്ക് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കാണുന്നത് തൻ്റെ പേര് പലരും പറയും എന്നുണ്ടെങ്കിലും റാൻഡി ഓർട്ടനെതിരെ ഒരു സ്റ്റോറി ചെയ്ത് സീന കളിക്കണം എന്നുള്ളത് തൻ്റെ വലിയൊരു ആഗ്രഹമാണെന്നും അതും ഈ 2025 നടന്നു കാണാൻ താൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതും പങ്ക് പറയുന്നു. കൂടാതെ പുതുമുഖ തലമുറയിലെ റെസ്ലേഴ്സിൽ ആരെയാണ് ജോൺസിന റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഭാഗമായി നേരിടുന്നത്, അതുപോലെ തന്നെ ഈ പാസ് ദ ടോർച്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ചെയ്യേണ്ടത് അത് ഗിന്ദർ എന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യന് എതിരെ ആണെന്നുള്ളതും പങ്ക് പറയുന്നുണ്ട്. അതായത് ഗിന്ദറും ജോൺസിനെയും തമ്മിലുള്ള സ്റ്റോറി നടക്കുകയും അതിൽ ഗിന്ദർ ജോൺസിനെ പരാജയപ്പെടുത്തുകയും ജോൺസിന എന്നിട്ട് ഗിന്ദറിൻ്റെ കൈ ഉയർത്തിപ്പിടിച്ച് ഇവനാണ് അടുത്ത താരം അല്ലെങ്കിൽ ഇവനാണ് അടുത്ത സീന എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന പാസ് ദ ടോർച്ച് ഭാഗം ചെയ്യേണ്ടത് ഗിന്ദറിനെതിരെ ആണെന്നുള്ളതും പങ്ക് പറയുന്നുണ്ട്. അപ്പോൾ ജോൺസിനെതിരെ CM പങ്ക് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു, റാൻഡി ഓർട്ടൺ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു, ഗിന്ദർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ നിലവിൽ ജോൺസിനയുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഭാഗമായി ജോൺസിന ഏതൊക്കെ റെസ്ലേഴ്സിനെതിരെ മത്സരിച്ച് കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് WWE അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിനോട് അനുബന്ധിച്ച് WWE മാനേജ്മെൻറ്റിനും ക്രിയേറ്റീവ് ടീമിനും ഇപ്പോൾ വലിയൊരു തലവേദന വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഏത് മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് വെക്കും എന്നുള്ളൊരു വലിയൊരു സംശയവും വലിയൊരു ചർച്ചയുമാണ് അവരുടെ ബാക്ക് സ്റ്റേജിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള ഹെൽ ഇൻ എ സെൽ മത്സരം ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് മാച്ച് ആയിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. അപ്പോഴാണ് സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിൻ്റെ ഒരു തിരിച്ചുവരവും പിന്നീട് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കോഡി റോഡ്സും റോമൻ റെയിൻസും ടീമായിക്കൊണ്ട് സോളോ സിക്കോവിയെയും ജാക്കബ് ഫാറ്റുവിനെയും ടാഗ് ടീം മത്സരത്തിൽ നേരിടുന്നതും കൺഫേം ആകുന്നത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ റെസൽമേനിയ 40 ശേഷമുള്ള ആദ്യ മത്സരം റോമൻ റെയിൻസും നിലവിലെ ഫേസ് ഓഫ് ദി കമ്പനിയായ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സും ടാഗ് ടീമായി മത്സരിക്കാൻ പോകുന്ന ആദ്യ മത്സരം. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ബ്ലഡ് ലൈനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള ഒരു ടാഗ് ടീം മത്സരം ഉള്ളത് കൊണ്ട് തന്നെ ഹെൽ ഇൻ എ സെൽ മത്സരത്തിനാണോ അതോ റോമൻ റെയിൻസിൻ്റെ ടാഗ് ടീം മത്സരത്തിനാണോ മെയിൻ ഇവൻറ്റ് സ്പോട്ട് കൊടുക്കേണ്ടത് എന്നുള്ളൊരു വലിയ ചർച്ചയാണ് നിലവിൽ ബാക്ക് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതായത് ഹെല്ലിനെ മത്സരത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ ടാഗ് ടീം മത്സരത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കാത്തൊരു ചോദ്യം പോലെ ഈ ഡിസ്കഷൻ മുന്നോട്ട് പോകുകയാണ് എന്നും നിലവിലെ അവരുടെ ആ ഒരു മാച്ച് കാർഡ് ലൈനപ്പിൽ ഏത് മത്സരമാണ് മെയിൻ ഇവൻറ്റിലേക്ക് വെക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു
കൺഫേം ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്കില്ല എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ WWE സംബന്ധിച്ച് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്നിലധികം ഇങ്ങനെ മെയിൻ ഇവൻ്റ് തലത്തിലുള്ള സ്റ്റോറിയും മത്സരങ്ങളും വരുമ്പോഴാണ് പ്രീമിയം ലൈവ് ഇവൻറ്റ്സിന് അഥവാ പേപ്പർ വ്യൂസ് കാണാൻ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്. ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ മറ്റുള്ള അതായത് ടോപ്പ് 4 പേപ്പർ വ്യൂകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഏത് മത്സരം മെയിൻ ഇവൻറ്റിൽ വരും എന്നുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ മത്സരം തുടക്കത്തിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരിക്കും. ആ അൺപ്രഡിക്റ്റബിലിറ്റി നമ്മൾ ഈ ഷോ കാണുന്നതിനും തുടർന്ന് ഈ സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നതിനും കൂടുതൽ കാരണമായേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.